ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വളരെ അതിശയകരവും സാധാരണഗതിയിൽ ഇക്കണോമിസ്റ്റുകൾക്കും ഫിനാൻസ് വിദഗ്ധന്മാർക്കൊന്നും അങ്ങനെ അങ്ങ് വിശകലനം ചെയ്യാനും പറ്റാത്ത രീതിയിലൊരു അത്ഭുതം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് ഏതാണ്ട് 400 മില്യൺ വരുമാനമുള്ള AC മിലാൻ, അതായത് അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ബില്യൻ്റെ മുകളിലാണ്. അതിനേക്കാളൊക്കെ ഉയരത്തിലാണ് ഇന്ത്യയിലെ 2 IPL ഫ്രാഞ്ചൈസികൾ സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. അതായത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 1.78 ബില്യണും 1.63 ബില്യണ് രാജസ്ഥാൻ റോയൽസും. അത് വളരെ അതിശയകരമായ ഒരു വാർത്തയായിട്ടാണ് സ്പോർട്സ് ലോകം കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ഇത്രയും വലിയ ഹിസ്റ്ററിയുള്ള ഒരു ഫുട്ബോൾ ടീമിനേക്കാളും വാല്യുവേഷൻ ഇതിന് വരുന്നത് എങ്ങനെയാണത്? ക്രിക്കറ്റിലത്തെ വാല്യുവേഷൻ പറയുന്നതിന് മുമ്പ് ഫുട്ബോളിലത്തെ വാല്യുവേഷനുള്ളൊരു കാരണം, ഇപ്പോൾ AC മിലാൻ റെഡ് ബേർഡ് ക്യാപിറ്റൽ വാങ്ങുന്നത് ജൂൺ 2022 അപ്പോഴാണ് ഒരു $1.32 ബില്യൺ കൊടുക്കുന്നത്. അതേ സമ്മറിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് റോമൻ അബ്രമോവിച്ച് വിൽക്കുന്നു. എന്നുവെച്ചാൽ യുക്രൈൻ പ്രശ്നം വന്നപ്പോൾ റഷ്യൻ അസറ്റ്സ് ഫ്രീസ് ചെയ്യുന്നു UK പറഞ്ഞു. അത് വിൽക്കേണ്ടത് എത്ര പൈസക്കാ? $5.4 ബില്യൺ. AC മിലാൻ എവിടെ, ചെൽസി എവിടെ? ചെൽസിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ 20 കൊല്ലം ഷുഗർ ഡാഡിയുടെ പൈസ വെച്ച് കളിച്ച ചരിത്രമാണ്. മറ്റേ AC മിലാൻ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് കഴിഞ്ഞ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്. അതെ. അപ്പോൾ അതിൽ തന്നെ ഒരു ഡിസ്കണക്ട് ഉണ്ട്. എന്തുകൊണ്ട്? അത് മുഴുവൻ TV റൈറ്റ്സ് ബേസ് ചെയ്ത്. ഇപ്പൊ ഇറ്റാലിയൻ ലീഗിന് കാണാൻ TV റൈറ്റ്സിന് പൈസ കൊടുക്കാൻ ആരുമില്ല. ഇപ്പൊ ഇന്ത്യയിലില്ല, എവിടെയും അവർക്ക് പൈസ കിട്ടുന്നില്ല. മറ്റേ EPLന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാ പോകുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ കാരണമാണ് മിലാനിന് മറ്റേ ചെൽസിയുടെ 1/4 വാല്യൂ മാത്രമേ കിട്ടിയുള്ളൂ. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന്, ഇതിപ്പോ 2007 അവസാനം വന്ന ടീമുകളാണ് എല്ലാ IPL ടീമുകളും. അതിൽ ഒരു ടീം രാജസ്ഥാൻ ആദ്യത്തെ ലേലത്തില് $67 മില്യൺ വാങ്ങുന്നത്. അക്കാലത്ത് 260 കോടിയൊറ്റ. RCB ആണെങ്കിൽ 111.6 മില്യൺ. അപ്പൊ അത് ഉറുപ്പിയിൽ നോക്കുമ്പോൾ 476 crores ഒറ്റയായിരുന്നു. അപ്പൊ അതിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 35 ഇരട്ടിയൊക്കെയാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ. ഇതില് കണക്കിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു AC മിലാന്റെ വരുമാനം $400 മില്യൺ അടുത്താണ് ഒരു കൊല്ലം. ഈ സീസൺ ഇപ്പൊ കഴിഞ്ഞ സീസണില് ലിവർപൂളിന്റെ ടേൺ ഓവർ $900 മില്യൺ ആയിരുന്നു. റിയൽ മാഡ്രിഡിന്റെ 1 ബില്യന്റെ മേലെ. പക്ഷെ ഈ ക്ലബുകൾ നാളെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര പൈസ കിട്ടും? ഏകദേശം മാക്സിമം ഒരു 7.5 ബില്യൺ. റിയാലിന് ചിലപ്പോ ഒരു 8 വരെ പോയി എന്ന് വരും. എന്താ വെച്ചാൽ US സ്പോർട്സിലാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. ഇപ്പൊ US സ്പോർട്സിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് വിറ്റ ചില ടീമുകൾ 5-6 അങ്ങനത്തെ, അതിലും വലിയ ബ്രാൻഡ് നെയിം ആണ് റിയൽ. പക്ഷെ ആ US TV മാർക്കറ്റ് ഇതും ഇല്ല. അപ്പൊ വിൽക്കാൻ പോണ പ്രൈസ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു 7-8 ഇരട്ടി മാക്സിമം. ചിലപ്പോ അത്രയും കിട്ടിയെന്ന് വരില്ല. ഇവിടുത്തെ വരുമാനം എന്താ? ഒരു IPL ടീമിന്റെ ഒരു സീസണിന്റെ വരുമാനം ഏകദേശം ഒരു 800 കോടിയാണ്. 800 കോടി ഉറുപ്പ്യ എന്ന് പറഞ്ഞാല് ആകെയുള്ള വരുമാനം. അതില് ഭൂരിപക്ഷം TV ബ്രോഡ്കാസ്റ്റ് ഡീൽ എന്നുള്ളതാണ്. പിന്നെ മറ്റേ ഇൻസ്റ്റേഡിയ അവരുടെ സ്പോൺസേഴ്സ് ഇതൊക്കെ കൂടി ടോട്ടൽ ഓരോ ഫ്രാഞ്ചൈസിനും ഏകദേശം 800 കോടിയാണ് ഒരു സീസൺ. 800 കോടി എന്ന് പറഞ്ഞാൽ $100 മില്യൺ കൂടി ആയിട്ടില്ല. 100 എന്ന് നമുക്ക് വെക്കുക. ഇതിപ്പോ വിറ്റിട്ടുള്ളത് എത്ര? 1.78 എന്ന് പറഞ്ഞാൽ ഇവരുടെ വരുമാനത്തിന്റെ 18 ഇരട്ടിയായി. അപ്പൊ അത് എങ്ങനെ നോക്കിയാലും അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കണക്കൊണ്ട് അത് ഒത്തു വരുന്നില്ല. പക്ഷെ ഒരു കാര്യമില്ലേ, കാരണം വെച്ചാൽ ഇന്ത്യയിലെ ഈ നമ്മുടെ കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ, അതായത് സ്പോർട്സ് ആസ് എ കമ്മോഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെവിടെയുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ്റെയും ഈ റവന്യൂവിൻ്റെ ഒരു ഹൈബ്രിഡ് ഫോം നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും
ഇതിനകത്ത് ഈ പറഞ്ഞ അതിന്റെ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട്, അതെ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സംപ്രേഷണ വാല്യൂ ഉണ്ട്, കാരണം ടെലിവിഷൻ റൈറ്റ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഉണ്ട്. പിന്നെ ഒരു ലോങ് ടേം മോണിറ്റൈസേഷനും കൂടി നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും കൂടി ചേർന്നാൽ ഒരു വലിയ ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ ഇത്? അല്ല, ഇത് മോശം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതില് രണ്ട് കാര്യം നമുക്ക് അറിയാത്തത്, ഒന്ന് ഈ ടി വി റൈറ്റ്സിന്റെ വില ഇതേ ലെവലില് നിൽക്കുക, ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിന്റെ. ടി വി ഇനിയിപ്പോ പറയണതിൽ അർത്ഥമില്ല, എന്ന് വെച്ചാൽ പകുതി ഡിജിറ്റലാണ്. ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിന്റെ വരുമാനം ഇപ്പൊ അടുത്ത സൈക്കിളില് വലുതായിട്ട് കൂടാൻ പോണില്ല എന്ന് ഇപ്പൊ തന്നെ മാർക്കറ്റിലുള്ള ആൾക്കാർ, അതിപ്പോ ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും ബാക്കി മാർക്കറ്റിലുള്ള ആൾക്കാരും ഒക്കെ ഇതാണ് പറയുന്നത്. ഇപ്പൊ കിട്ടിയിട്ടുള്ള പൈസയുടെ ഒന്നും വലുതായിട്ടൊരു ബൂസ്റ്റ് പ്രതീക്ഷിക്കേണ്ട, ചിലപ്പോ കുറച്ച് താണൂന്ന് വരെ വരും, ആർക്കും അത് പറയാനായിട്ടില്ല. പക്ഷെ വലിയൊരു ചാട്ടം എന്തായാലും ഉണ്ടാവില്ല. കഴിഞ്ഞ തവണയൊക്കെ ഒരു വലിയൊരു ചാട്ടായിരുന്നു പണ്ടത്തെ ബ്രോഡ്കാസ്റ്റ് ഡീലിൽ നിന്ന് ഇതിലേക്ക്. അപ്പൊ ആ ഒരു വർധന വരാൻ പോണില്ല അടുത്ത സൈക്കിളിൽ. പിന്നെ എവിടുന്നാണ് വരുമാനം വരുന്നത്? ഇൻസ്റ്റേഡിയ അതിന്ന് വരണം, സ്പോൺസേഴ്സിന്റെ അടുത്തുനിന്ന് വരണം, അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യൻ സ്പോർട്സിന് വലിയൊരു ഗുണമുള്ളത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു കൺസ്യൂമർ ആ ഒരു ബേസ് ശരിക്കും ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പുറമെ ഒരു സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ലോസ് ആഞ്ചലസ് ലേക്കേഴ്സിന്റെ ബാസ്കറ്റ് ബോൾ ഗെയിം, അല്ലെങ്കിൽ ഒരു സാൻ ഫ്രാൻസിസ്കോ 49േഴ്സിന്റെ അമേരിക്കൻ ഫുട്ബോൾ, ഇത് കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ കിട്ടും. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇന്ത്യയുടെ ഒരു കളി കാണാൻ ചെന്നൈയിൽ പോയി, സിംബാബ്വെ ആയിട്ടുള്ള T20 ലോകകപ്പ് മാച്ച്. അപ്പൊ നമുക്കൊരു സ്നാക്ക് പോയി വാങ്ങണമെങ്കിൽ സീറ്റിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിന്റെ പുറകെ പോയി അത് ക്യൂവിൽ നിന്ന് അത് വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും 2-3 ഓവർ പോയി. മറ്റേത് എന്താന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം നമ്മുടെ സീറ്റിൽ ഇരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ സിനിമയിൽ ഒരു മൾട്ടിപ്ലെക്സ് പോയി ഒരു സ്നാക്ക് ഓർഡർ ചെയ്യണ പോലെ അത് നിങ്ങളുടെ സീറ്റ് കൊണ്ടുതരും. അതിപ്പോ സ്നാക്സ് മാത്രമല്ല, നിങ്ങൾക്ക് ടീമിന്റെ ടീഷർട്ട് വേണമെങ്കിൽ, തൊപ്പി വേണമെങ്കിൽ, വേറെ എന്തെങ്കിലും എല്ലാം അത് ആ ഒരു എന്താ പറയുക, ഒരു കൺസ്യൂമർ എക്കോസിസ്റ്റം അവർ മാക്സിമൈസ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സ്പോർട്സ്. ഇനിയിപ്പോ വരാൻ പോകുന്നത് മറ്റേ AI വെയറബിൾസ്, അങ്ങനെ പല കാര്യങ്ങളും അവര് എപ്പോഴും ഒരു 10 സ്റ്റെപ്പ് മുന്നിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ആ മാർക്കറ്റ് ശരിക്കും ഒരു ആദ്യത്തെ 10 മീറ്ററും കൂടി നമ്മൾ പോയിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിന്ന് ഒരു ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ കുറെ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ RCB കാഫെ അങ്ങനത്തെ ഈ ഓരോ ഫ്രാഞ്ചൈസിന്റെ പേര് ഉപയോഗിച്ച് വേറെ പല ആക്ടിവിറ്റീസിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എത്രത്തോളം സക്സീഡ് ചെയ്യുന്ന ആർക്കും അറിയില്ല. ഇതിനകത്ത് കട്ടിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഷെയ്ൻ ബോൺ രാജസ്ഥാൻ റോയൽസിന്റെ അകത്ത് ഒരു ഇൻവെസ്റ്ററും കൂടി ആയിരുന്നല്ലോ. അപ്പൊ ഈ ഡീല് കൊണ്ട് മരിച്ചുപോയെങ്കിലും 2022 മരിച്ചുപോയെങ്കിലും ഷെയ്ൻ ബോണിന്റെ കുടുംബത്തിന് ഏതാണ്ട് ഒരു 450 കോടിയോളം രൂപ കിട്ടുന്നുള്ളതാണ്. അതിന്റെ ഒരു രഹസ്യം എന്താണ്? അതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ലേലം എനിക്ക് മാർച്ച് 2008 അപ്പോഴേക്കും വോൺ റിട്ടയർ ചെയ്യുന്നത് 2006-07 ആഷസിന് ശേഷം ജാനുവരി 2007 സിഡ്നി ടെസ്റ്റോടുകൂടി വിരമിക്കുന്നു. അപ്പോഴേക്കും ഈ ലേലം വരുമ്പോഴേക്കും ഏകദേശം 1.25 കൊല്ലമായിട്ട് കളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കളിക്കാരുടെ വാല്യൂ കുറച്ച് കുറവായിരുന്നു. അപ്പൊ വോണിനെ രാജസ്ഥാൻ വാങ്ങുന്നത് $450,000. അതേ സമയത്ത് ആൻഡ്രൂ സൈമൺസിന് അതിന്റെ 3 ഇരട്ടി കിട്ടി, 1.35 മില്യൺ ആയിരുന്നു. ജാക്ക് കാലിസിന് അതിന്റെ 2 ഇരട്ടി കിട്ടി. അങ്ങനെ ഇഷാന്ത് ശർമ്മയ്ക്ക് 900,000 കിട്ടി. അപ്പൊ വോൺ എന്ത് ചെയ്തു, ശരി നിങ്ങൾ എനിക്ക് ഇത്ര പൈസ തന്നാൽ മതി, പക്ഷെ ഞാൻ കളിക്കണ ഓരോ കൊല്ലത്തിനും 0.75% എനിക്ക് എക്വിറ്റി തരണം. അപ്പൊ 4 കൊല്ലം കളിച്ചു, അങ്ങനെ 3% കിട്ടി. അപ്പൊ ഇതിപ്പോ എല്ലാം കൂടി 15,000 കോടിക്കാണ് ഇപ്പൊ വിറ്റിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസ്. അപ്പൊ അതിന്റെ 3% എന്ന് പറഞ്ഞാൽ 450 കോടിയായി. അത് തന്റെ ബുദ്ധിയും കൂടിയായിരുന്നു അത്. എന്താ വെച്ചാൽ വോണിന് ആദ്യത്തെ സീസൺ തന്നെ മനസ്സിലായി ഇത് ഈ സംഭവം ക്ലിക്ക് ചെയ്യുന്നു. ബാക്കി പലരും ഇപ്പൊ രാജസ്ഥാന്റെ ഓണേഴ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ടീമൊക്കെ വാങ്ങണ സമയത്ത്
റിലയൻസ് മുംബൈ വാങ്ങി, വിജയ് മാല്യ ബാംഗ്ലൂർ ടീം വാങ്ങി. ബാക്കി വലിയ ബിസിനസ്സുകളൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ലളിത് മോദി തനിക്ക് ബോളിവുഡിലുള്ള കുറെ കോണ്ടാക്ട്സും ഷാറൂഖ് ഖാൻ അങ്ങനെ കുറെ പേരെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പിന്നെ സ്വന്തം കുടുംബക്കാര് സുരേഷ് ചെല്ലാറാം രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പാർട്ട് ഓണറായിരുന്ന മോദിയുടെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ അങ്ങനെ കുറെ പേര് ഇതില് സുരേഷ് ചെല്ലാറാം എന്നിട്ട് ആദ്യത്തെ മാച്ച് അവർ 9 വിക്കറ്റിന് തോറ്റപ്പോ മറ്റേ മെജോറിറ്റി ഓണർ ചെയർമാൻ ആയിരുന്ന മനോജ് ബദാലെ വിളിച്ച് തെറി പറഞ്ഞു, നിങ്ങൾ വാട്ട് റബ്ബിഷ് ഹവ് യു ബോട്ട് എന്ന് പറഞ്ഞു, ആദ്യത്തെ മാച്ച് തോറ്റതിന് ശേഷം. അവിടുന്നാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്, ഈ 15,000 കോടിക്ക് വിൽക്കണ ആ ലെവലിൽ എത്തിയിട്ടുള്ളത്.